വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ലോങ് വീഡിയോ ആണ്. കുടുംബശ്രീയിലെ തസ്തികകളെ കുറിച്ച് പറയുന്ന ഒരു ലോങ് വീഡിയോ ആണ്. ഈ ആഴ്ചയിൽ കുടുംബശ്രീയിലെ 2 തസ്തികകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതാണ് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഒഴിവ് ഒരെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ശമ്പളം പറയുന്നത് 60,000 രൂപയാണ്. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് MBA, MSW, റൂറൽ ഡെവലപ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം, PGDM, PGDRM, MCOM എന്നിവയാണ്. മൈക്രോ ഫിനാൻസ് മേഖലയിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 45 വയസ്സ് കവിയരുത്. അപേക്ഷ CMD വെബ്സൈറ്റ് വഴി സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 30 അതാണ് ഈ ഒരു തസ്തികയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. യോഗ്യതകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. അതുപോലെ തന്നെ രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് ബ്ലോക്ക് കോർഡിനേറ്റർ ആണ്. അത് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്, തിരുവനന്തപുരത്താണ്. അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കുടുംബശ്രീ അംഗമായിരിക്കണം, അല്ലെങ്കിൽ കുടുംബാംഗമായിരിക്കണം, ഓക്സിലറി അംഗമായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സ് കവിയരുത്. അപേക്ഷ തപാലായിട്ടാണ് അയക്കേണ്ടത്. വിലാസം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ചെക്ക് ഇൻ ചെയ്ത് നോക്കുക. ഈ 2 തസ്തികകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 30 ആരും മറന്നു പോരുത്. ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളാണെന്നൊക്കെ അറിയാം. എന്നാലും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ അത് കറക്റ്റ് ഡേറ്റിനുള്ളിൽ നമ്മൾ അയച്ചിരിക്കണം. അതാരും മറന്നു പോരുത്. നിങ്ങളെപ്പോലുള്ള തൊഴിൽ തേടുന്ന ആൾക്കാരാകുമ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പം നല്ല അയക്കുക. യോഗ്യതയുള്ള എല്ലാവരും അയക്കുക. യോഗ്യതയുള്ളവർക്ക് അറിയാമെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.